ഹായ് ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റ് തന്നെ നല്ല ചൂടോടെ ഒരു ചായ കുടിക്കാം അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു മസാല ടീയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്കായും അതുപോലെ 2 ചെറിയ പീസ് പട്ടയും 4 ഗ്രാമ്പുവും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് ചായക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളവും അതുപോലെ 1 ഗ്ലാസ് പാലും കൂടെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഇഞ്ചി ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൈസസ് പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു 5 പീസ് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായും പട്ടയും ഗ്രാമ്പുവും അതുപോലെ കുരുമുളകും കൂടെ പൊടിച്ചതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ടീ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണ് ടീ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നല്ലതുപോലെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മധുരം കുറച്ചാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ടീ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.